ഹലോ, റഷീനയാണെന്ന് പറഞ്ഞ് പിന്നെയും ബോറടിപ്പിക്കുന്നു. റഷീനയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതാ ഒരുങ്ങി പിടിച്ച് നമ്മൾ യാത്രയിലോട്ട് ഒരുങ്ങിട്ടോ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെയും കുട്ടികളുടെയും ഡ്രസ്സൊക്കെ ഇതാ ബാഗിലും ആക്കി, ഇക്കാടെ ഒരു സെഞ്ചിയിലും ആക്കിയിട്ട് ഇതാ കുഞ്ഞിനോട് വേഗം റെഡിയാവുമെന്ന് പറഞ്ഞു. കുഞ്ഞു കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. ഹായ് പറയണേ ഞാൻ നിങ്ങൾക്ക് ഇക്ക വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. കുഞ്ഞ് ഡാൻസ് പൊരിഞ്ഞ ഡാൻസാണ്. കുഞ്ഞിന് നല്ല സന്തോഷമാണ്. വണ്ടിയിൽ ട്രാവലറിലാണ് പോണത്. പാട്ടൊക്കെ വെക്കും, ഡാൻസ് കളിക്കണം, പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കളി ഇപ്പോൾ തന്നെ തുടങ്ങി അവള്. അങ്ങനെ നമ്മളിതാ ലഗേജൊക്കെ എല്ലാം പാക്ക് ചെയ്ത് എല്ലാം സമയമായിട്ട് നമ്മൾ 10:30 അവിടെ നിന്ന് ഇറങ്ങുന്നു പറഞ്ഞു. ഇപ്പോൾ ഏകദേശം 9 മണിയായി. എല്ലാം തൂക്കി പെറുക്കിതാ പോവാണ്. ടാറ്റാ ബൈ. അപ്പോൾ വൈകുന്നേരത്തെ വ്ലോഗിൽ ഞാൻ എന്തായാലും പറയുന്നതാണ്. നമ്മൾ പോകുന്ന സ്ഥലം എല്ലാം എൻ്റെ കുടുംബത്തെയും ഞാൻ കൂട്ടുന്നതാണ്. എല്ലാം ഞാൻ വീഡിയോയിലൂടെ കാട്ടുന്നതാണ്. ഇനിയിപ്പോൾ എന്താ അത് ഉണങ്ങാത്ത തുണികളാണ് കേട്ടോ. ഇന്നലെ എടുത്തു വെക്കാൻ മറന്നുപോയി. അത് കാരണം രാത്രിത്തെ മഞ്ഞെല്ലാം കൊണ്ടു എൻ്റെ ട്രൈപാഡിൽ ഇക്ക ഷർട്ട് തൂക്കിയെന്ന് പറഞ്ഞിട്ട് ഇക്കാരോട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ശരി, ഇനി കുഴപ്പമില്ല, ഇക്കാടെ പുതിയതാണ്. അതങ്ങനെ ചെയറിലിട്ട് വെച്ചാൽ ഇതാവുമെന്ന് പറഞ്ഞ് ഇക്ക ഇങ്ങോട്ട് തൂക്കി വെച്ചിരിക്കാം. വേറെ എല്ലാം കുറച്ച് മഞ്ഞുകൊണ്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയറിൽ തന്നെ ഇട്ടു. ഇനിയിപ്പോൾ സമയമില്ല എടുത്തിടാനൊന്നും. അങ്ങനെ ഇതാ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. പായിക്കുട്ടൻ്റെ കണ്ണട പൊട്ടിപ്പോയി എന്നുള്ള അവലാതിയിലാണ് അവൻ. അങ്ങനെ ഇതാ ഇക്ക ഒരു പശയൊക്കെ വാങ്ങിച്ച് അവൻ്റെ കണ്ണടയൊക്കെ ഒട്ടിച്ച് കൊടുക്കാനും കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ഫ്രിഡ്ജ് നമ്മൾ തുറന്നിട്ടോ. ഇക്ക വൃത്തിയാക്കി ഇട്ടു. എന്നാലും ചിലപ്പോൾ വരുമ്പോഴേക്കും നല്ല സ്മെല്ലുണ്ടാവും. ഇതാ നമ്മുടെ കുട്ടാപ്പി, അവന് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ വരികയാണ് അവന്. ഇക്കാരോട് അവൻ വേണ്ട, അവനെ വാപ്പാൻ്റെ അടുത്ത്, എൻ്റെ വാപ്പ വരുന്നില്ല, അപ്പോൾ വാപ്പാൻ്റെ അടുത്ത് നിർത്താമെന്ന് പറഞ്ഞപ്പോൾ അവനില്ലെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞു. എന്നും ഇക്കയാണ് വീട് പൂട്ടാറ്. ഇന്നപ്പോൾ ഞാനാണ് കേട്ടോ വീട് പൂട്ടുന്നത്. ഇക്ക വീടുമായിട്ട് പോയപ്പോൾ ശരിക്കും ഞാൻ കൂട്ടാന്ന് പറഞ്ഞ് അങ്ങനെ ഇതാ നമ്മൾ കൂട്ടി ഇറങ്ങി പോകണം കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ. അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിരിക്കും. ഞങ്ങൾ യാത്ര